ഈ നജദിൽ നിന്നും 2 കൊമ്പ് വരുമെന്ന് പറഞ്ഞില്ല, അത് എന്താ സംഭവം? അതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ് സുഹൃത്ത് പറഞ്ഞത്. നജദിൽ നിന്ന് ശൈത്താന്റെ കൊമ്പ് എന്നാണ്, പിശാചിന്റെ കൊമ്പ് നജദിൽ നിന്ന് ഉദിക്കും എന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ പലപ്പോഴും ആളുകൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള നജദിൽ ഉദിക്കുമെന്ന് പറഞ്ഞ പിശാചിന്റെ കൊമ്പാണ്. അപ്പോൾ റസൂലിന്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പല ആളുകളും പ്രചരിപ്പിക്കാറുണ്ട്. ഇത് സത്യം എന്താന്ന് വെച്ചാൽ നേരത്തെ നാം പറഞ്ഞല്ലോ, സൗദി അറേബ്യയിൽ ഉസ്മാനിയ ഭരണകൂടം നിലവിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആ രാജ്യത്തുണ്ടായിരുന്ന ശിർക്കൻ വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ബിദ്അത്തുകളെയും ശക്തമായ നിലക്ക് എതിർത്ത് അതിനെയെല്ലാം അവസാനിപ്പിച്ച് അവിടെ തൗഹീദിന്റെ വെളിച്ചവും സുന്നത്തിന്റെ വെളിച്ചവും കൊണ്ടുവന്ന് ബിദ്അത്തിന്റെയും ശിർക്കുകളുടെയും ഇരുട്ടുകളെ നീക്കം ചെയ്ത പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അപ്പൊ ആ ഒരു ദേഷ്യം പല ആളുകൾക്കുണ്ട്. ആ ദേഷ്യം ആദ്യമായി വന്നത് തുർക്കികൾക്കാണ്, അതേപോലെ ഷിയാക്കൾക്കുമാണ്. ഇന്നും തുർക്കികൾക്ക് ആ സൗദി ഭരണകൂടത്തോടും വെറുപ്പാണ്, ഷിയാക്കൾക്കും സൗദി ഭരണകൂടത്തോട് വെറുപ്പാണ്. അവർ ചെയ്യുന്ന ചില ആക്രമണങ്ങളും പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ പല ആളുകളും മനസ്സിലാക്കിയവരായിരിക്കും. അപ്പൊ ആ ഒരു വെറുപ്പിനൊരു അടിസ്ഥാനമുണ്ട്. എന്താണ്? അവർ കൊണ്ടു നടക്കുന്ന ഒരു ആദർശത്തെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എതിർത്തു എന്നുള്ളത്. ഹിജ്റ 1150കളിലൊക്കെ ജീവിച്ച ഒരാളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അപ്പൊ എന്താണ് ഈ വിഷയത്തിന്റെ വസ്തുത? അദ്ദേഹം ജനിച്ചത് നജിദിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സ്വഹാബികളുടെ കൂടെ ഇരുന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി യമനിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ഷാമിന. അല്ലാഹുവേ, ഞങ്ങളുടെ യമനിലും ഞങ്ങളുടെ ഷാമിലൊക്കെ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പ്രാർത്ഥിച്ച അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, റസൂലെ ഒഫി നജിദിന, ഞങ്ങൾ നജിദിനും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നജിദിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയില്ല. കാരണം ഹുനാക്കൽ ഫിതൻ, അവിടെയാണ് എന്തുണ്ടാവുക? കുഴപ്പങ്ങൾ ഉണ്ടാവുക, ഫിത്നകൾ ഉണ്ടാകുക. ഒബിഹായത്തിലോ കർണ ഷൈത്താൻ, അവിടെയാണ് ഷൈത്താനിന്റെ കൊമ്പൊതിക്കുക. ഷൈത്താന്റെ കൊമ്പൊതിക്കുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എല്ലാ തരം ഫിത്നകളും പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാവുക എന്നുള്ള ആശയത്തിനാണ്. ഈ നജിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ച നജിദാണ്. അപ്പൊ ആ ഷൈത്താന്റെ കൊമ്പാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ആ ഷൈത്താന്റെ പണിയാണ് മുഹമ്മദ് ബിൻ വഹാബ് മക്കയിലും മദീനത്തൊക്കെ ചെയ്തത് എന്നാണ് എതിരാളികൾ പറഞ്ഞു വരുന്നതിന് ചുരുക്കം. ഇവിടെ നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കൊണ്ടുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ നജിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ച നജിദ് അല്ല. സൗദി അറേബ്യയിൽ ഇന്ന് അൽ ഖസീം, മദീന, മക്ക ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾക്ക് പറയുന്ന പേരാണ് അന്ന് ഹിജാസ് പ്രദേശം. ഇന്ന് നിലവിലുള്ള റിയാദ്, ആ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾക്ക് അന്ന് പറഞ്ഞിരുന്ന പേരാണ് നജിദ്. അപ്പൊ ഒരു ഭാഗത്ത് നജിദാണ്, മറു ഭാഗത്ത് ഹിജാസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നജിദിൽ ശൈത്താനെ കൊമ്പൊതിക്കുമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചത് ഈ ഇന്ന് നിലവിലുള്ള റിയാദ് പ്രദേശം. ഇപ്പൊ റിയാദിന്റെ അടുത്തുള്ള ദിർഇയ എന്ന് പറയുന്ന സ്ഥലത്താണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ജനിക്കുന്നത്. ആ പ്രദേശം ഉൾക്കൊള്ളുന്ന അന്ന് നജിദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ ഭാഗത്തേക്കല്ല റസൂൽ ഇതുകൊണ്ട് നജിദ് ഉദ്ദേശിച്ചത്. അത് ഞാനോ നിങ്ങളോ അല്ല പറയേണ്ടത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്, വഖാലൽ ഖത്താബി, ഇമാം ഖത്താബി പറഞ്ഞിരിക്കുന്നു. ഇമാം ഖത്താബി അതേപോലെ ഇബ്നു അബ്ദുൽ ബർ എന്നൊക്കെ പറഞ്ഞ ഫതുഹുൽ ബാരിയിൽ ശറഹ് പറയുമ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി എടുത്തു കൊടുക്കുന്ന പണ്ഡിതന്മാരാണ്. ആ ഖത്താബിയും ഇബ്നു അബ്ദുൽ ബറൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ നജിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹുവ അൽ ഇറാഖ്, ഇത് ഇറാഖ് ആകുന്നു എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് നിന്നിട്ട് നജിദിലാണ് ശൈത്താനെ കൊമ്പൊതിക്കുക എന്ന് പറഞ്ഞ് ഇടതുവശത്തേക്ക് ചൂണ്ടിക്കാണിച്ചു എന്നാ. അപ്പോ പ്രവാചകൻ മദീനത്ത് നിന്നിട്ട് ഇടതുവശത്തേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ പറഞ്ഞ ഇറാഖ് പ്രദേശം ഇടത്താണ്, ഈ പറയുന്ന നജിദ് ആകുന്ന ഈ റിയാദ് ഉൾക്കൊള്ളുന്ന പ്രദേശം നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. പ്രവാചകൻ ചൂണ്ടിക്കാണിച്ച എങ്ങോട്ടാണ്? ഇറാഖിന്റെ ഭാഗത്തേക്കാണ് എന്നാണ്, അതായത് കിഴക്ക് ഭാഗത്തേക്കാണ്. എന്നിട്ട് ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ പറയാണെന്ത്, ഈ പ്രവാചകൻ ഉദ്ദേശിച്ച നജിദ് കൊണ്ട് ഉദ്ദേശം ഇറാഖ് പ്രദേശങ്ങളാണ്. അവിടെയാണ് ജമൽ യുദ്ധമുണ്ടായത്, അവിടെയാണ് സിഫീൻ യുദ്ധമുണ്ടായത്, അവിടെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ട കർബലയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായത്.
അവിടെയാണ് കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇന്നും ഇറാഖിലും തന്നെയാണ് പ്രശ്നങ്ങളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മുന്നറിയിപ്പ് നൽകിയ കലഹങ്ങളും ഫിത്നകളും കുഴപ്പങ്ങളും ഒഫീഹൽ ജലാസിലു ഒഫീഹൽ ഫിതനു എന്ന് പറയുന്നിട്ട് ഒരുപാട് ഇബ്നു ഹജർ വിശദീകരിക്കുന്നുണ്ട്. അവിടെ പ്രകമ്പനങ്ങളും കുഴപ്പങ്ങളും കലഹങ്ങളും പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ പറയുന്ന ആ നജ്ദ് കൊണ്ട് ഉദ്ദേശം ഇറാഖാണ് എന്ന് സഹീഹുൽ ബുഖാരിയുടെ ആധികാരിക വിശദീകരണമായ ഫത്ഹുൽ ബാരി എഴുതിയിട്ടുള്ള ഇബ്നു ഹജർ അസ്ഖലാനി, അദ്ദേഹം ഷാഫി പണ്ഡിതനാണ്, വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ബുഖാരിയുടെ മറ്റൊരു ഷറഹാണ് ഷറഹുൽ കിർമാനി. കിർമാനി എഴുതിയിട്ടുള്ള മറ്റൊരു ഷറഹ് ബുഖാരിയുടെ ഒരു ഷറഹാണ്. അതിലും പറയുന്നുണ്ട് എന്ത്, ഒരാൾ മദീനത്തിൽ നിൽക്കുകയാണെങ്കിൽ അവന്റെ നജ്ദ് എന്ന് പറഞ്ഞാൽ ബാദിയത്തുൽ ഇറാഖ് വ നവാഹിഹ, ഇറാഖ് പ്രദേശവും ഇറാഖിന്റെ ചുറ്റുവട്ടവുമാണ്. കാരണം വഹിയ മശ്രിഖു അഹ്ലിഹ, മദീനത്ത് നിൽക്കുന്നവന്റെ കിഴക്ക് ഇറാഖ് പ്രദേശമാണ്. അതാണ് അവന്റെ നജ്ദ്. അപ്പൊ നജ്ദ് എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്കർത്ഥം എന്താണെന്നറിയോ? ഉയർന്ന പ്രദേശം എന്നാ. അതാണ് ഒരു സ്ഥലം എന്ന് വെച്ചിട്ടല്ല അത്. നജ്ദ് എന്ന വാക്കിനർത്ഥം ഉയർന്നു നിൽക്കുന്ന പ്രദേശം എന്നാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കിഴക്ക് ഭാഗത്തുള്ള ഇറാഖ് മദീനയെ അപേക്ഷിച്ച് എന്താണ് ഉയർന്ന ഭാഗത്തായിട്ടവർക്കാണ്, അത് കിഴക്കു ഭാഗത്തുമാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെയാണ് ഫിത്നകൾ ഉണ്ടാകുക, ഇവിടെയാണ് പിശാചിനെ കൊമ്പുതിക്കുക. അപ്പൊ ഈ ഹദീസ് വിശദീകരിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരൊക്കെ ഫത്ഹുൽ ബാരി എന്ന് മാത്രമല്ല വേറെ ഹദീസുകളിലും, ഇപ്പൊ ഇമാം നവവി അവിടുത്തെ ഷറഹിലും പറയുന്നുണ്ട്, മദീനത്ത് നിൽക്കുന്ന ഒരാളുടെ കിഴക്കെന്ന് പറഞ്ഞാൽ അവന്റെ നജ്ദ് എന്ന് പറഞ്ഞാൽ അത് ഇറാഖും അതിന് ചുറ്റുവട്ടവുമാണ് എന്ന് ഇമാം മുസ്ലിമിന്റെ ഷറഹിൽ കാണാൻ, നവവിയുടെ ഷറഹിൽ കാണാൻ സാധിക്കും. അപ്പൊ ഈ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു എന്ത്, ഇതുകൊണ്ട് ഉദ്ദേശം ഇറാഖാണ്. ആ ഇറാഖിലുണ്ടാകുന്ന ഫിത്നകളും അവിടുത്തെ കലഹങ്ങളും അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ ആ ദൂരവ്യാപകമായ വലിയ വലിയ വിഷയങ്ങളുമാണ്. എന്നാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ചെയ്ത ഖബർ പൊളിച്ചു കളയുക, ശിർക്കിനെ നിർമാർജനം ചെയ്യുക, ബിദ്അത്തുകളെ ഇല്ലായ്മ ചെയ്യുക എന്ന ആശയത്തോട് എതിർക്കുന്ന ആളുകൾ അവർ മാത്രമാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ഈ നജ്ദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ച സ്ഥലമാണ്, അത് ശൈത്താന്റെ കൊമ്പാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതല്ലാണ്ട് ആ നിലക്ക് സത്യസന്ധമായി സംസാരിച്ച പണ്ഡിതന്മാരാരും അങ്ങനെ വിശദീകരിച്ചിട്ടില്ല.